അന്വേഷിച്ച് അവസാനം ഭരണഘടന കയ്യിൽ കിട്ടി. ഭരണഘടന കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇത് തുടങ്ങിയ കാലത്തുള്ള ഭരണഘടനയൊന്നുമല്ല, ഭരണഘടനയിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആശയപരമായ അപകടകരമായ ചില രീതികളും അവിടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ ഘട്ടം വന്നപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാണക്കാട് തങ്ങന്മാരും മറ്റു ഉമറാക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ ഭരണഘടന ഒക്കെ മാറ്റം വരുത്തി. ഇതിന് തുടക്കം കുറിച്ച കാലത്ത്, അതിന്റെ സ്ഥാപക കാലത്തെ പണ്ഡിതന്മാരും നേതാക്കന്മാരൊക്കെ തുടക്കം കുറിച്ച കാലത്ത് അവർക്കൊരു നിയത്തുണ്ടായിരുന്നു. അതനുസരിച്ച് ഇത് മുന്നോട്ട് പോകണം, അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തണം. അങ്ങനെ ഈ വ്യക്തിയെടുത്ത് പുറത്തു നിർത്തി ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 3.5 വർഷക്കാലമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ക്ഷമിച്ചും സഹിച്ചും അതിന്റെ പിറകെ നടന്നത്. സമസ്തയെ പോലെയുള്ള ഒരു വലിയ സംഘടനക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അസൂയ കൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. അസൂയ കൊണ്ടാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരുമാനമെടുത്താൽ പോരെ. സമസ്തയുടെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ഭരണഘടന ഭേദം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പാട്ടിന് പോയിക്കോ, ഇനി സമസ്തക്ക് ബന്ധമില്ല എന്ന് അന്നെ പ്രസ്താവന ഇറക്കിയാൽ പോരെ. സമസ്ത അതല്ല ചെയ്തത്. സമസ്ത ഇതിന് കാരണക്കാരായ മെല്ലെ പുറത്തേക്ക് നിർത്തി. എന്നിട്ട് അതിന്റെ ഭരണഘടന ഉൾപ്പെടെ മറ്റു സംവിധാനങ്ങൾക്കെല്ലാം ഒരു ക്രമീകരണം വരുത്താൻ വേണ്ടി തങ്ങന്മാരുമായിട്ടും ഉമറാക്കളുമായിട്ടും എല്ലാവരുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വ്യക്തി നേതൃത്വം കൊടുക്കുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയിട്ടുള്ള ആ സംവിധാനങ്ങളുമായിട്ട് സമസ്തക്ക് ഇപ്പൊ തൽക്കാലം ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല. ഒരു സൂചന കൊടുത്തതാണ്. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം, ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ആദരണീയരായ നേതാക്കൾ പലതവണ ചർച്ച നടത്തി അവസാനം രമ്യമായ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി. ആ തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ പുറത്താക്കപ്പെട്ട ആള് നമ്മൾ ഈ ആരോപിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ നാവിൻ തുമ്പിൽ തന്നെ പരസ്യമായിട്ട് വന്നു. സമസ്തക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല എന്ന് പറഞ്ഞു പരസ്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട്. സമസ്തക്ക് ഇതിൽ യാതൊരു റോളുമില്ല. ഈ സംവിധാനം എങ്ങനെ ഉണ്ടായത് ഞാൻ വിശദീകരിച്ചല്ലോ. ആ സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇക്കാലം അത്രയും അതിന്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നിട്ട് സമസ്ത മാറ്റി നിർത്തിയപ്പോൾ പറഞ്ഞതാണ്, സമസ്തക്ക് ഇതിൽ യാതൊരു റോളുമില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ സമസ്ത അതൊന്നും വലിയ കാര്യമായി കൂട്ടില്ല. കാരണം എന്താണ്? നേതാക്കന്മാരൊക്കെ ചർച്ച നടത്തി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരു 9 പ്രശ്ന പരിഹാര വ്യവസ്ഥ ഉണ്ടാക്കി.